ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കാനിരിക്കുകയാണ്. PSG vs ആർസണൽ പോരാട്ടം. ബാക്ക് ടു ബാക്ക് ഫൈനൽ കളിക്കാൻ പോകുന്ന PSG ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് ആരാണ്? 20 വർഷത്തിന് ശേഷം UCL ഫൈനലിലേക്ക് എത്തുന്ന ഗണ്ണേഴ്സ്. ശരിയാണ്, കഴിഞ്ഞ വർഷം വരെ ഇരുവർക്കും ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ സീസണോടുകൂടി PSG ലൂച്ചോക്ക് കീഴിൽ ആ സ്വപ്ന സാക്ഷാത്കാരം നടത്തിയിരുന്നു. ഈ സീസണിലും അതിന്റെ തൊട്ടരികിലാണ് PSG. റയൽ യുണൈറ്റഡ്, ബയേൺ അങ്ങനെ തുടങ്ങി വളരെ ചുരുക്കം ക്ലബ്ബുകൾക്ക് മാത്രമാണ് UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് തുടർച്ചയായി എത്തുന്നത്. ആ ഒരു ചരിത്ര നേട്ടം കൂടി ലൂച്ചോയുടെ PSG രേഖപ്പെടുത്തുകയാണ്. ഇനി ആർസണലിന്റെ കാര്യം. വാട്ട് എ സീസൺ സോ ഫാർ. പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ 3 മത്സരത്തിലെ വിജയം മാത്രം മതി. ഇപ്പുറത്ത് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നു. കുറച്ചു മുമ്പ് വരെ പ്രീമിയർ ലീഗിലെ അവസ്ഥ എങ്ങനെയായിരുന്നു? സാധ്യതകൾ എല്ലാം മാൻ സിറ്റിയിലേക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എവർട്ടനെതിരെയുള്ള മത്സരം സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടെ സാധ്യതകൾ ആർസണലിന്റെ അടുത്തേക്ക് ചായുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി എന്താണ് ആർസണലിന് ചെയ്യാൻ സാധിക്കുക? ശേഷിക്കുന്ന 3 മത്സരങ്ങൾ വൃത്തിക്ക് വിജയിക്കുക. സിറ്റിയുടെ മത്സരങ്ങളിലെ റിസൾട്ട് എന്തുമാകട്ടെ, ആർസണൽ വിജയിച്ചാൽ മാത്രം മതി ആ സ്വപ്ന സാക്ഷാത്കാരത്തേക്ക് ആർസണലും അർട്ടേറ്റക്കും എത്താൻ സാധിക്കും. ഇനി ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലോ ചരിത്രപ്രധാനമായ നേട്ടത്തിന് അരികിലാണ് ഇപ്പോൾ ആർസണൽ. 2 പതിറ്റാണ്ടിന് ശേഷം UCL ഫൈനൽ കളിക്കാൻ പോകുന്നു. 2006 ആർസൻ വെംഗർ കീഴിൽ അവസാന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചവർക്ക് പിന്നീട് ഒരിക്കൽ പോലും അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അന്ന് ബാർസലോണയോട് പരാജയപ്പെട്ടവർ ഇന്നിതാ മറ്റൊരു ഫൈനൽ പ്രവേശനം നടത്തിയിരിക്കുന്നു. ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അവർ ഈ ഫൈനൽ വരെ എത്തിയത് എങ്ങനെയാണ്? ഒറ്റ മത്സരത്തിൽ പോലും പരാജയപ്പെടാതെ. പക്ഷേ അവർ വന്ന വഴി എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. റൗണ്ട് ഓഫ് 16 കളിച്ചത് ലെവർകൂസനെതിരെ, ക്വാർട്ടർ ഫൈനൽ സ്പോർട്ടിംഗ് CP, സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്, അങ്ങനെ മറ്റ് സൈഡ് ടീമുകളെ അപേക്ഷിച്ച് ആർസണലിന് ലഭിച്ചത് എളുപ്പമായിരിക്കാം. വന്ന വഴി എന്നതിലുപരി ആർസണൽ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ലോക ഫുട്ബോളിൽ ഇന്ന് ഏറ്റവും സന്തോഷവാന്മാരായ ആരാധകർ ആരാന്ന് ചോദിച്ചാൽ അത് ഗണ്ണേഴ്സ് ആരാധകരാണ്, പീരങ്കിപ്പടയുടെ ആരാധകരാണ്. സീസണിലെ ഡബിൾ സ്വന്തമാക്കാൻ അർട്ടേറ്റയും പിള്ളേരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നേട്ടത്തിന് ഒരു മാധുര്യമുണ്ട്. നിരവധി തവണ അതിനുവേണ്ടി ശ്രമിച്ചിട്ടും അതിനു മുമ്പിൽ അടിയറവ് പറഞ്ഞ കിട്ടാതെ അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത്തരമൊരു നേട്ടത്തിന്റെ അരികിലാണ് ആർസണൽ ഇപ്പോൾ. ഒരുപക്ഷെ ആ 2 പ്രധാനപ്പെട്ട ടൈറ്റിലുകളും അർട്ടേറ്റയ്ക്ക് നേടാൻ സാധിച്ചാൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. ആർസണൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസണിലൂടെയാണ് പന്തട്ടുന്നത്. അർട്ടേറ്റ ഡൂയിങ് ഗ്രേറ്റ് ജോബ്. പ്രീമിയർ ലീഗിന് മുമ്പിൽ പോലും പലതവണ ബോട്ടിൽ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീസണിലും അതുണ്ടായിരുന്നു. ഇനി ആ 3 വിജയങ്ങൾ മാത്രം നേടിയാൽ ആർസണൽ വിൽ ബി ദ ചാമ്പ്യൻസ് ഓഫ് ഇംഗ്ലണ്ട്. PSG ശക്തരാണ്. ലൂയിസ് എൻറിക്കെ ഈ സീസണിലും അസാധ്യ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ ടീമുകളെ തകർത്താണ് എത്തുന്നത്. സോ എന്തുകൊണ്ടും PSG മുമ്പിൽ ആർസണൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ, അർട്ടേറ്റയും സംഘവും ചരിത്രത്തിലെ ആദ്യ ട്രോഫി നേടാൻ സാധിച്ചാൽ അതൊരു ചരിത്രമായി മാറും. ഡബിളാണ് ലക്ഷ്യം. EPL-ഉം UCL-ഉം ഒരുമിച്ച് നേടുക തന്നെ ചെയ്യും.